നമസ്കാരം, ആനുകാലികത്തിലേക്ക് സ്വാഗതം സാർ. സാറ്, ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ടൊരു വാർത്തയുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണാനില്ല. അതുപോലെ തന്നെ സുരേഷ് ഗോപിക്കെതിരെ കാണാനില്ല എന്നുള്ള ആരോപണം മാത്രമല്ല, ഒരു പരാതിയും പോലീസ് സ്റ്റേഷനിൽ കിട്ടിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ സുരേഷ് ഗോപിക്കെതിരായിട്ടുള്ള ഒരു ആരോപണം ഉയരുന്നുണ്ട്. അതായത് വോട്ടർ പട്ടിക ക്രമക്കേട്. അതാണല്ലോ ഇപ്പം വലിയ തോതിൽ വിവാദമായിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ തലത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ശക്തമായി തന്നെ ഈ ഒരു വിഷയം പറഞ്ഞിരിക്കുകയാണ്, അണുബോംബിട്ടിരിക്കുകയാണ്. അത്തരത്തിലൊരു ബോംബ് ഇവിടെ കേരളത്തിലും പൊട്ടിയിരിക്കുകയാണോ? എന്താണ് ശരിക്കും ഇതിലെ വസ്തുത? സുരേഷ് ഗോപി ശരിക്കും കാണാനില്ലേ? മുങ്ങിയതാണോ? അല്ല, ഇത് സുരേഷ് ഗോപി എന്നല്ല, കേരളത്തിൽ ഏത് BJP-കാരൻ ജയിച്ചാലും അയാളെ ജയിച്ചതായി സമ്മതിക്കാൻ കുറച്ച് പാടാണ്. പിന്നെ ജയിച്ച് ആ മണ്ഡലത്തിൽ നല്ല രീതിയിൽ പോകാൻ സമ്മതിക്കാനും ഇച്ചിരി പാടാണ്. അടുത്ത തവണ തോൽപ്പിക്കാനുള്ള എല്ലാ വകുപ്പും ശരിയാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതും കേരളത്തിൻ്റെ പതിവാണ്. നമുക്ക് ഉദാഹരണം, നേമത്ത് രാജഗോപാൽ ജയിച്ചത് തന്നെയാണ്. അപ്പോൾ നേമത്ത് രാജഗോപാൽ ജയിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞത് അത് തോറ്റിങ്ങനെ വന്ന് പിന്നെ ഇത്രയും പ്രായമായി, അപ്പോൾ ആൾ വിചാരിച്ചു ഒരു തവണ അദ്ദേഹം ജയിച്ചു പോട്ടെ എന്ന് വിചാരിച്ച് ജയിപ്പിച്ചു വിട്ടു. അല്ലാതെ ജയിച്ചതല്ല, താമര അവിടെ വിരിഞ്ഞില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അടുത്ത തവണ അത് കണക്കാക്കി എല്ലാവരും പിന്നെ പ്രിപ്പയർഡായിരുന്നു, വോട്ട് ചെയ്തു. പിന്നെ കുമ്മനം രാജശേഖരൻ അവിടെ തോക്കുകയും ചെയ്തു. ഇത് ഇനി തൃശ്ശൂരും ആവർത്തിച്ചാൽ കൊള്ളാമെന്ന് അവിടെയുള്ളവർക്ക് താല്പര്യം കാണും. അപ്പോൾ അതിന് ജയിച്ച അന്ന് മുതൽ സുരേഷ് ഗോപിയെക്കുറിച്ച് പല വിധത്തിലുള്ള പ്രചരണങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അഹങ്കാരമുള്ള ആളാണ്, തണ്ട് കാണിക്കുന്ന ആളാണ്, അദ്ദേഹം തട്ടിക്കയറുന്നയാളാണ്, ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും പറഞ്ഞാണ് പലപ്പോഴും അദ്ദേഹം മൗനമായി തുടങ്ങിയത്. കാരണം പറയുന്നതെല്ലാം തലതിരിച്ചാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും പ്രതിപക്ഷം അതിനെ വിശകലനം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയായാണ് പുള്ളി കുറച്ചൊന്ന് മിണ്ടാതായത്, റിസർവ്ഡ് ആയത്. അപ്പോൾ ഇപ്പം കാണാനില്ല എന്ന് പറഞ്ഞാണ് അടുത്ത വെള്ളം തുടങ്ങിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് വരുന്നു. തൃശ്ശൂരിൽ കോർപ്പറേഷൻ പിടിക്കണമെന്ന് BJP ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവിടുന്ന് എന്തെങ്കിലും വിജയം നിയമസഭാ മണ്ഡലങ്ങളിൽ കരസ്ഥമാക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയ സ്ഥാനാർത്ഥികളെ അവിടെ ഇറക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മുന്നോടിയായിട്ട് വരുന്നതായിട്ട് കണക്കൂട്ടാം. കാരണം ഇന്നല്ല സുനിൽകുമാർ ഇത് പറയേണ്ടിയിരുന്നത്. അഥവാ ഒരു അതിക്രമം നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് പറയേണ്ടിയിരുന്നത് ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ പറയേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ശരിക്ക് ഇലക്ഷന് മുമ്പെയാണ് പറയേണ്ടത്. കരട് വോട്ടർ പട്ടിക വരുമ്പോൾ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുയായികൾ ഇത് ചൂണ്ടിക്കാണിക്കേണ്ടതാണ്. എങ്കിലേ ഒരു സമയത്തും ഇത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ, തൃശ്ശൂരിലേക്ക് അദ്ദേഹത്തിന്റെ വോട്ട് മാറ്റിയെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിനുള്ള മറുപടി അന്ന് കൊടുത്തതായിരുന്നു. അല്ല, അതൊന്നും ഒരു കാര്യമല്ല. തൃശ്ശൂരിൽ അദ്ദേഹവും ഭാര്യയും കൂടെ അവിടെ ക്യാമ്പയിൻ ചെയ്ത് കുറേ നാളായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നാച്ചുറലി അവരവിടെ അവിടുന്ന് ഓടി വന്ന് ഇവിടെ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവരവിടെ വോട്ടാക്കി. തിരുവനന്തപുരത്തും അവിടെയും വോട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. ഇരട്ട വോട്ട് ചെയ്തു, അത് നമുക്ക് പ്രശ്നമായിട്ട് തന്നെ കണക്കാക്കാം. അല്ലാത്തപ്പോൾ അതൊരിക്കലും ഒരു പ്രശ്നമല്ല. ഇത് വെറുതെ ഉണ്ടാക്കിയ ഒരു ബോംബാണ്. ഈ ബോംബിലൊരു കഥയുമില്ല എന്നുള്ളതാണ്. നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ നമ്മൾ രാഹുൽ ഗാന്ധിയുടെ ഇത്രയും വലിയ പ്രസൻറ്റേഷനും 6 മാസം നീണ്ട പ്രക്രിയയും ഒക്കെ തന്നെ കാണിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു 10 വോട്ട് കൊണ്ടാണോ സുരേഷ് ഗോപി അവിടെ വിജയിച്ചത്? ആ ഒരു വോട്ട് കൂടുതൽ കിട്ടിയെന്ന് വെച്ചിട്ട് സുരേഷ് ഗോപിക്ക് എന്താണ് അവിടെ? അതെ, 75,000 വോട്ട് നേടുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഒരു റിഗിങ് വഴിയോ അല്ലെങ്കിൽ ഒരു വോട്ടർ പട്ടികയിലെ ക്രമക്കേട് വഴിയോ 75,000 വോട്ട് പോയിട്ട് 7,500 വോട്ട് പോലും അങ്ങനെ നേടാൻ കേരളത്തിലെ സാഹചര്യത്തിൽ കഴിയില്ല. കാരണം ഇവിടെ കണ്ണിൽ എണ്ണ ഒഴിച്ച് ആളുകൾ നോക്കി നിൽക്കുകയാണ് അടുത്തത് എന്താണ് നടക്കുന്നത്. അപ്പോൾ ഇലക്ഷൻ എല്ലാ പ്രോസസ്സിലും അത്തരത്തിലുള്ള ശ്രദ്ധ ഉള്ള ഒരു പ്രദേശമാണ്. നോർത്ത് ഇന്ത്യയിലേക്കാണെങ്കിൽ ശരി, പറഞ്ഞത് ശരിയാണ്, ചിലപ്പോൾ ആരും ശ്രദ്ധിക്കാതെ പല കാര്യങ്ങളും നടന്നിരിക്കും. ഇപ്പോൾ ശരിക്കും രാഹുൽ ഗാന്ധിയുടെ ആ ഒരു പ്രസൻറ്റേഷൻ, ഈ പറഞ്ഞ ആരോപണം, കള്ളവോട്ട് ഒട്ടനവധി നടത്താൻ സാധ്യതയുണ്ട്, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP-യുമായി ചേർന്ന് കള്ളക്കളി കളിക്കുന്നു എന്നൊക്കെയുള്ള ആരോപണം, ഇത് കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഇങ്ങനൊരു കാര്യം പൊക്കിപ്പിടിച്ചുകൊണ്ട് വരുന്നത്. ശരിക്കും ഇതൊരു അണുബോംബ് തന്നെയാണോ? ഇതിൽ ചീറ്റിപ്പോയ ഒരു പടക്കമായിട്ട് ഇതിനെ ഓലപ്പടക്കമായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. ചിന്ത കാരണം എന്ന് വെച്ചാൽ ഇതൊരു വലിയ സംഭവമല്ല. കാരണം ഒരു മണ്ഡലത്തിൽ കൂടിപ്പോയാൽ 70-75% വോട്ടാണ് നമ്മൾ കനത്ത പോളിംഗ് എന്ന് പറഞ്ഞാൽ പോലും നടക്കുന്നത്. അതിനപ്പുറം നടക്കാൻ സാധ്യതയില്ല. ബാക്കി വോട്ടുകൾ എന്ന് പറയുന്നത് മിക്കവാറും ഒന്നുകിൽ മരിച്ചു പോയവരുടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറിപ്പോയവരുടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പേര് തെറ്റിയൊക്കെ വന്ന കുറേ കേസുകളൊക്കെ ആയിരിക്കും. അതവിടെ കിടക്കും. ഒരിടത്തും 100% പോളിംഗ് നടക്കാറില്ല.
100% പോളിംഗ് നടന്നാൽ എന്തോ അപാകതയുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടതാണ് ഇപ്പോഴത്തെ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ കഥ വെച്ച് നോക്കിയാൽ മനസ്സിലാക്കേണ്ടത്. കാരണം അത് പൂർണ്ണമായിട്ടും അങ്ങനെ പെർഫെക്റ്റ് ആക്കാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞാനിത് ഈ തർക്കമൊക്കെ വന്നപ്പോൾ ഞാൻ നേരെ നമ്മുടെ ഈ ബാംഗ്ലൂർ സെൻട്രലിലെ ഒരാളുമായിട്ടൊക്കെ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറയുന്ന ഈ മോഹൻ എന്ന് പറയുന്ന BJPയുടെ കാൻഡിഡേറ്റ് PC മോഹൻ എന്ന് പറയുന്ന കാൻഡിഡേറ്റ് വളരെ പ്രഗത്ഭനാണ്. കഴിഞ്ഞ നമ്മുടെ ഇവിടെ ശശി തരൂരിൻ്റെ കൂട്ട് 4 ടേം അവിടെ ജയിച്ച ആളാണ്. അതായത് 2009 കോൺഗ്രസിൻ്റെ ഭരണം ഇരിക്കുന്ന കാലത്ത് പോലും അദ്ദേഹം അവിടുന്ന് ജയിച്ചു എന്നുള്ളതാണ്. അന്ന് അദ്ദേഹത്തിന് 35,218 വോട്ടാണ് കിട്ടിയതെങ്കിൽ 2014 1,37,500 വോട്ട് കിട്ടി. 2019 70,968 കിട്ടി. ഈ തവണയാണ് ശകലം കുറഞ്ഞത് 32,702. അപ്പോൾ അവിടെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് 1,00,000-ഓളം വോട്ടുകൾ അവിടെ ഇങ്ങനെ പല വിധത്തിൽ വന്നിട്ടുണ്ട്. മരിച്ചവരും അല്ലെങ്കിൽ മറ്റു മണ്ഡലത്തിൽ നിന്ന് വന്നവരും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അഡ്രസ്സ് ഇല്ലാത്തതൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെല്ലാം അദ്ദേഹത്തിന് കിട്ടിയിരിക്കുമെന്നാണ് പറയുന്നത്. അതിനു മുമ്പായിട്ട് അദ്ദേഹം ഒരുപാട് അബദ്ധങ്ങൾ പറഞ്ഞു. 7 മണ്ഡലങ്ങളേ ഉള്ളൂ, അതിൽ 6 ഞങ്ങൾ ലീഡ് ചെയ്തു. ഈ ഒരു മഹാദേവപുരത്ത് മാത്രമാണ് ഇദ്ദേഹം ഈ 1,00,000 വോട്ട് പിടിച്ചത്. ഇദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടാനുള്ള 32,707 വോട്ട് കിട്ടിയത് ബാക്കിയുള്ളിടത്തെ 6 സ്ഥലത്തെയും കവർ ചെയ്തുകൊണ്ട് ഇവിടെ കിട്ടിയെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അത് തെറ്റായിരുന്നു എന്ന് ആദ്യത്തെ ഡയലോഗിൽ തന്നെ എല്ലാവരും തിരിച്ചടിച്ചു. കാരണം അവിടെ 8 മണ്ഡലങ്ങളാണുള്ളത്. അതിൽ 4-ൽ ഇദ്ദേഹം ലീഡ് ചെയ്യായിരുന്നു ശ്രീ മോഹൻ, 4 എണ്ണത്തിൽ കോൺഗ്രസ് ലീഡ് ചെയ്യായിരുന്നു. അപ്പോൾ അതിൽ മിച്ചം വന്ന 32,707 വോട്ടെന്ന് പറയുന്നത് ഈ 4 മണ്ഡലങ്ങളിൽ നിന്ന് കൂടി കിട്ടിയ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷമാണ്. ഇനി മഹാദേവപുരം മാത്രം എടുത്താലും ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നോക്കി. അവിടുത്തെ അസംബ്ലി സെഗ്മെൻറ്റിൽ ഉള്ള ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ 2023-ൽ 2024-ലാണല്ലോ ഈ ഇലക്ഷൻ നടന്നത്. അപ്പോൾ 2023-ലെ അസംബ്ലി സെഗ്മെൻറ്റിലെ ഒരു വോട്ട് നിലയെന്ന് നോക്കി. BJPയുടെ മഞ്ജുള S എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയാണ് അവിടെ ജയിച്ചത്. 44,501 വോട്ടിൻ്റെ ലീഡിലാണ് അവർ ജയിച്ചത്, ഭൂരിപക്ഷം. H നാഗേഷ് എന്ന് പറഞ്ഞ ആളിന് 1,37,000 വോട്ട് ആണ് കിട്ടിയത്. അതിനേക്കാൾ 44,501 വോട്ട് കിട്ടിയതുകൊണ്ടാണ് അവർ ജയിച്ചത്. അപ്പം ഞാൻ ഈ മൊത്തം പോൾ ചെയ്ത വോട്ടെന്ന് നോക്കി. മൊത്തം പോൾ ചെയ്ത വോട്ടെന്ന് പറയുന്നത് 3,34,615 അത് എന്ന് പറയുന്നത് 71%. ബാക്കി 29% അവിടെ കിടക്കുകയാണ്. അതെ. അപ്പോൾ ഈ 29% എത്രയാണെന്ന് അറിഞ്ഞാൽ നമ്മുടെ ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവുള്ളൂ അതിൻ്റെ വ്യത്യാസം. 29% എത്രയെന്ന് അറിയാം? 1,36,677 വോട്ടാണ്. അപ്പോൾ ഈ 1,00,000 വോട്ട് അവിടെ ക്രമക്കേടുള്ളത് കിടക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിലുണ്ട്. പിന്നെ അതിന് പുറമെ ഒരു 36,677 വോട്ട് ബാക്കിയും കിടപ്പുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് മാച്ച് ചെയ്യുന്നത്? പോൾ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പോൾ ചെയ്യപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ ഇതിൻ്റെ പിന്നത്തെ നോക്കി 2018 നോക്കി. അത് അതിനേക്കാൾ രസമാണ്. അരവിന്ദ് ലിംബാലിഹ എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥിയായിരുന്നു BJPയുടെ. അദ്ദേഹത്തിന് 1,41,682 വോട്ട്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി AC ശ്രീനിവാസ, അദ്ദേഹത്തിന് കിട്ടിയത് 1,23,896. രണ്ടും കൂടെ വരുമ്പോൾ ടോട്ടൽ പോൾ ചെയ്ത അതും പിന്നെ മറ്റ് ചില സ്ഥാനാർത്ഥികൾ 6,000 3,000 ഒക്കെ പിടിച്ച പലരുണ്ട്. അതെല്ലാം കൂടെ ചേർത്താൽ 2,84,352 വോട്ടാണുള്ളത്. ഈ വോട്ടാണ് പോൾ ചെയ്തത്. ഈ പോൾ ചെയ്ത വോട്ടെന്ന് പറയുന്നത് 56% ആവുന്നുള്ളൂ. അപ്പോൾ അവിടെയും എത്രയാ? 44% പുറത്ത് കിടക്കുകയാണ്. 44% എത്രയാണെന്ന് ഞാൻ കണക്കൂട്ടി നോക്കിയപ്പോൾ 2,23,419 വോട്ടാണ്. ഇതിങ്ങനെ അവിടെ ഒരു ശൈലിയാണ്. അവിടെ പലരും ഇങ്ങനെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരെടുക്കും, അവിടുന്ന് പിന്നെ മാറിപ്പോവും. ഇതൊരു ടൗൺ അല്ലേ, ഭയങ്കര സിറ്റി അല്ലേ, അവിടെ വരും പോവും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. വരുമ്പോൾ ഇതുപോലെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ പറയുന്ന പോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് ഒരുപക്ഷെ അവർക്ക് വോട്ടുണ്ടായിരിക്കാം, മറ്റൊരു സിറ്റിയിലായിരിക്കാം, അവരങ്ങ് പോയി കാണും. അതെ, അവർ ഇവിടെ പെർമനന്റ് ആയിട്ട് നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരവിടെ കാണും, അല്ലാത്തവർ ഇതുപോലെ ഫ്ലോട്ടിങ് ഇത് കാണും. അപ്പോൾ ഇവർ പറയുന്നത് സാധാരണ ഇതിൽ ഒരു ID കാർഡിന് എളുപ്പം ഇപ്പം വോട്ടർ ID ആണ്. കാരണം ഏതെങ്കിലും രാഷ്ട്രീയക്കാരനെ പിടിച്ചിട്ട് കളക്ടറേറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഫോട്ടോ കൊടുത്തു കഴിഞ്ഞാൽ വോട്ടർ ID റെഡിയാകും, വീട്ടിൽ കിട്ടും. ആധാർ ആണെങ്കിൽ കുറച്ച് മെനക്കേടാണ്. പിന്നെ നമ്മുടെ ഇലക്ഷൻ കാർഡാണെങ്കിൽ അതിനേക്കാൾ പാടാണ്. റേഷൻ കാർഡാണെങ്കിൽ അതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. അത് ഗവൺമെൻറ്റിൽ നിന്നൊരു ആനുകൂല്യം കിട്ടുന്ന കൂടെ ആയതുകൊണ്ട് വളരെ പ്രോസസ്സ് കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. പിന്നെ പാസ്പോർട്ടാണെങ്കിലും അതുപോലെ തന്നെയാണ്. പിന്നെ പാസ്പോർട്ടിന് വളരെ ആതൻറ്റിസിറ്റിയൊക്കെ ഉള്ളതാണ്. അതിന് ലോക്കൽ അഡ്രസ്സ് കറക്റ്റായി വിടണം, പോലീസ് വെരിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്നത് എന്താണ്? ഇലക്ഷൻ ID ആണ്. അപ്പോൾ അതങ്ങനെ അവിടെ വന്ന് താമസിക്കുന്ന ചിലർ അപ്പോഴും സംഘടിപ്പിക്കും. അത് കഴിഞ്ഞ് ഇത് ഉപേക്ഷിച്ച് അവരങ്ങ് പോകും. ഇത് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കാതെ, ഒന്നിലധികം ആളുകൾ ഉണ്ടെന്ന് പറയാതെ, ഈ ആളുകൾ ഒന്നിലധികം വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതല്ല അതാണ് നോക്കേണ്ടത്. അത് നോക്കിയാൽ ഈ കണക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും.
അവിടെ എപ്പോഴും 2 ലക്ഷത്തി ചിലവാനും വോട്ട് പിന്നെ പോൾ ചെയ്യാതെ കിടപ്പുണ്ട്. ഈ കിടക്കുന്ന ഇതുപോലത്തെ ലിസ്റ്റിലുള്ളതാണ്. അപ്പോൾ ഇത് വെറും ഒരു ഉണ്ടയില്ല വെടിയായിരുന്നു എന്നുള്ളതാണ് സത്യം. പെട്ടെന്നൊരു ജനശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് നടത്തുക എന്നുള്ളത്. നമുക്ക് വേറൊരു ഉദാഹരണം, നമ്മുടെ ഇവിടുത്തെ ഒരു ഉദാഹരണം ഞാൻ പറയാമല്ലോ. നമ്മൾ പിന്നെ കഴിഞ്ഞ തവണ 2019 അല്ലെങ്കിൽ 2016 ഒക്കെ നമ്മൾ നോക്കൂ, പാർലമെൻറ്റ് ഇലക്ഷൻ 2014 പാർലമെൻറ്റ് ഇലക്ഷന് കോൺഗ്രസ്സിന് മൃഗീയ ഭൂരിപക്ഷമല്ലേ ഇവിടെ ലഭിച്ചത്. ശബരിമല പ്രശ്നവും മറ്റൊരു നല്ല ഭൂരിപക്ഷം ലഭിക്കുകയും പിന്നെ CPMകാർക്ക് പിന്നെ ലോക്സഭയിലേക്കുള്ള സീറ്റിൻ്റെ എണ്ണം വളരെ കുറവായിരുന്നില്ലേ. അതേസമയം 2016 നിയമസഭയിലേക്ക് ഇലക്ഷൻ വന്നപ്പോൾ അവർക്ക് 93 സീറ്റ് കിട്ടുകയാണ് ഉണ്ടായത് അല്ലേ, പിണറായി വിജയൻ്റെ ആദ്യത്തെ സർക്കാർ. അത് കഴിഞ്ഞ് രണ്ടാമത് 2019 ഇലക്ഷനിൽ ഇതുപോലെയാണ്, 2 സീറ്റ് മറ്റാണ് കിട്ടിയത്, ബാക്കി മുഴുവൻ കോൺഗ്രസ്സുകാർക്കാണ് കിട്ടിയത്. അപ്പോൾ അതും ഇതുപോലെ തന്നെയാണ്. തിരിച്ച് 21 പിണറായി വിജയൻ സർക്കാരിൻ്റെ മന്ത്രിസഭ വരുമ്പോൾ അവിടെ 99 സീറ്റാണ് കിട്ടിയത്. അപ്പം ഇതിങ്ങനെ മാറി മറിഞ്ഞ് വരുന്നുണ്ട്. ഒരു ഇലക്ഷന് ചെയ്യുന്ന വോട്ടായിരിക്കില്ല വേറൊരു ഇലക്ഷന്. ഇത് ഒരുപാട് അപാകതകൾ പല ഇലക്ഷൻ്റെ ലിസ്റ്റ് നോക്കിയാലും കാണും. പക്ഷേ അത് പോൾ ചെയ്തിട്ടുണ്ടോ, ആ പോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അപാകതയുള്ളത് ചലഞ്ച് ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. അതിനാണ് ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയും. നമ്മൾ ഇപ്പം സുനിൽകുമാർ ആണെങ്കിലും ഇപ്പോഴല്ല ഇത് പറയേണ്ടത്, അന്ന് പറയണമായിരുന്നു. ഇത് കരട് വോട്ടർ പട്ടിക ഇറക്കുമ്പോൾ അന്നാണിത് പറയേണ്ടത്. അന്ന് ഇത് കറക്റ്റ് ചെയ്ത് മേടിക്കണം. അപ്പം അന്ന് കറക്റ്റ് ചെയ്ത് ഇത് CPMകാരാണെങ്കിൽ മേടിച്ചതിനെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ സുനിൽകുമാർ ഇത് പറയുന്നത് ശരിയാണെങ്കിൽ CPMകാരാണെങ്കിൽ ഇതെല്ലാം നോക്കും. CPIക്കാർ കോൺഗ്രസ്സുകാരെ പോലെ ചില അലസന്മാരാണ്, പലപ്പോഴും ഇതൊന്നും പൂർണ്ണമായി നോക്കിക്കാണുകയില്ല. നോക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് ചലഞ്ച് ചെയ്യണ്ടേ? അന്ന് ചലഞ്ച് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലോട്ടറി സിസ്റ്റത്തിൽ മാറുമായിരുന്നു. ഈ പറയപ്പോൾ ഇവിടെ 80 വോട്ട് ഉണ്ടെന്ന് പറയും. ഞാനിപ്പോൾ തിരുവനന്തപുരത്തെ ഇത് നോക്കിയപ്പോൾ നമ്മുടെ BJPയുടെ പിന്നെ J. പത്മകുമാർ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 2 വോട്ടാണുള്ളത്, ഭാര്യയ്ക്കും അദ്ദേഹത്തിനും. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 57 വോട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം അതും കൊണ്ട് നടക്കുകയാണ്, ഇതൊന്ന് രക്ഷിച്ചു തരണേന്ന് പറഞ്ഞുകൊണ്ട്. ഈ രാഹുൽ ഗാന്ധിയുടെ വിഷയം അറിഞ്ഞിട്ടില്ല, അതിന് മുമ്പേ അദ്ദേഹം നടക്കുകയാണ്. എൻ്റെ വീട്ടിൽ 57 വോട്ട് ഇങ്ങനെ വന്നിരിക്കും, ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ, തിരുത്തി തരണേന്ന് പറഞ്ഞ് പിന്നെ ഇലക്ട്രൽ ഓഫീസറെ സമീപിച്ചിരിക്കുകയാണ് അദ്ദേഹം. അപ്പോൾ അത് തിരുത്തി കൊടുക്കാമെന്ന് പറഞ്ഞു, ന്യായമാണ്, തിരുത്തി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, തെറ്റുകൾ സ്വാഭാവികമാണ്. ഇത് നമ്മൾ ആദ്യത്തെ ഇലക്ഷൻ നോക്കി, ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇലക്ഷനും വേണമെങ്കിൽ ചലഞ്ച് ചെയ്യാം. അന്നും ഇതുപോലെ പോൾ ചെയ്യാത്ത ഒരുപാട് വോട്ടുകൾ, ആ വോട്ടുകളിൽ മരിച്ചവരുടേത് കാണും, അല്ലെങ്കിൽ ആ നാട് വിട്ടുപോയവരുടെ കാണും, പേര് തെറ്റിപ്പോയവരുടെ കാണും, അച്ഛനും അമ്മയും മാറിപ്പോയവരുടെ കാണും, ഇതൊക്കെ കാണും. ഒരുപക്ഷെ ഒരു 96-98 ശേഷം TN ശേഷൻ്റെ ആ ഒരു കാലഘട്ടത്തിന് ശേഷമായിരിക്കും ഇതിലൊരു കുറച്ചെങ്കിലും ഒരു ചിട്ടപ്പെടുത്തിയ രീതിയിൽ കാര്യങ്ങൾ. തീർച്ചയായിട്ടും അദ്ദേഹം ഇതിന് വളരെ ശ്രമം നടത്തി. അതിനു മുമ്പ് എന്ത് ചെയ്യാമായിരുന്നു, കാരണം വോട്ടർ ID ഇല്ലല്ലോ. അപ്പോൾ ഒരാൾ തന്നെ 10 വോട്ട് വരെയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ അന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ അതിനൊക്കെ പ്രത്യേക ട്രെയിനിങ് പല പിന്നെ പാർട്ടിക്കാരും എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഈ തലയിൽ വെളിച്ചെണ്ണ തേച്ചുകൊണ്ട് പോകും, എന്നിട്ട് അവിടെ ചെല്ലുമ്പം ഇങ്ങനെ ഒന്നാക്കും. അപ്പോൾ ഇതൊന്നും തുടച്ചാലും പൂർണ്ണമായിട്ട് പോകില്ല, സീൽ വയ്ക്കും. അത് കഴിയുമ്പം വന്ന ഉടനെ തന്നെ ഈ പിന്നെ പച്ച പാക്കിൻ്റെ തൊലിയെടുത്ത് അതിൻ്റെ കറ ഇങ്ങനെ നാക്കുമ്പോൾ ഇതങ്ങ് പോകും. അടുത്ത വോട്ട് വീണ്ടും അടുത്ത ആളിൻ്റെ കുറച്ച് കഴിയുമ്പോൾ പോയി ചെയ്യും. ഇതകത്തിരിക്കുന്നവർ ചലഞ്ച് ചെയ്തില്ലെങ്കിൽ ഇയാൾ 8-10 വോട്ട് വരെ ചെയ്ത് കളയും. ഇങ്ങനെയൊക്കെ പല അനോമലികളും ഇവിടെയും നടന്നിട്ടുണ്ട്. വേറൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് മത്സരിച്ചു. അവിടെ അദ്ദേഹത്തിന് 87 വോട്ടിനാണ് തോറ്റുപോയത് അല്ലേ. അപ്പോൾ അവിടെ വേറൊരു സുരേന്ദ്രനെ മുസ്ലിം ലീഗുകാർ പ്രതീക്ഷിച്ചു. കാരണം മുസ്ലിം ലീഗിൻ്റെ വോട്ട് അവിടെ പിന്നെ CPM 3-ാം സ്ഥാനത്തായി പോയി. അപ്പം CPMൻ്റെയും കുറേ പേര് ഈ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ വോട്ടും കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം കിട്ടിയിട്ടും നമ്മൾ ജയിക്കുമെന്നൊരു സംശയമായതുകൊണ്ട് അവരെന്ത് ചെയ്തു, വേറൊരു സുരേന്ദ്രനെ കൂടെ അവിടെ പ്രതിഷ്ഠിച്ചു. BJPക്കാരുടെ കുറേ വോട്ടും കൂടെ പോട്ടെ എന്ന് വിചാരിച്ചു. അവരുടെ ഉദ്ദേശം കറക്റ്റായി. BJPക്കാരുടെ ചില കണ്ണിന് കാഴ്ച കുറവുള്ളവരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പരിമിതികളുള്ളവർ 467 പേര് ഈ സുരേന്ദ്രൻ അല്ലാതെ അങ്ങനെ എല്ലാം അറിയാവുന്നവർ മാത്രമല്ല, ഒരുപാട് പേര് അന്ധരുണ്ട്, പാർഷ്യലായിട്ട് അന്ധതയുള്ളവരുണ്ട്. നമ്മളിപ്പോൾ 1,50,000 വോട്ടുള്ള ഒരു നിയോജകമണ്ഡലത്തിലേ ഇങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. നമ്മളത് ലിസ്റ്റ് എടുക്കാഞ്ഞിട്ടാണ്. ലിസ്റ്റ് എടുക്കുമ്പോൾ ഒരു 2,000-3,000 പേരൊക്കെ പാർഷ്യലി അന്ധതയുള്ളവരുണ്ട്, പൂർണ്ണ അന്ധതയുള്ളവരുണ്ട്, അവരുദ്ദേശം വെച്ച് ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് അടിക്കുന്നവരുണ്ട്, ഒരുപാടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഇത് പലതും മാറിപ്പോവും. പിന്നെ ഈ പേരിൻ്റെ രണ്ടും സുരേന്ദ്രനാണ്, അത് നമ്മുടെ ആൾ തന്നെ ഒന്ന് അടിച്ചിട്ട് ഇപ്പുറത്ത് നോക്കുമ്പോഴായിരിക്കും ചിഹ്നം മാറുന്നത്, പിന്നെ ഒന്നും ചെയ്യാൻ നോക്കില്ല പോരും. അപ്പോൾ അങ്ങനെയും അവിടെ വന്നിട്ടുണ്ട്. ഇത് സുരേന്ദ്രൻ ചലഞ്ച് ചെയ്തു.
അപ്പോൾ സുരേന്ദ്രന് കിട്ടേണ്ട വോട്ടിന് വേണ്ടിയിട്ട് മാത്രമല്ല ചലഞ്ച് ചെയ്തത്, ആ ലിസ്റ്റിൽ ഇതുപോലെ തന്നെ മരിച്ചവർ വോട്ട് ചെയ്തിട്ടുണ്ട്, വിദേശത്തുള്ളവർ വോട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ വെച്ച് ചലഞ്ച് ചെയ്തിട്ടും പിന്നെ അതങ്ങ് പോവുകയാണ് ചെയ്ത്. അതിലൊന്നും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. കോടതിയിൽ പോയാലും ഇതിൻ്റെയൊക്കെ പ്രശ്നം വെച്ചാൽ ആ സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇതിന് വിലയില്ല. ഇത് 5 വർഷത്തേക്കല്ലേ കാലാവധി. കോടതി ചെന്ന് ഇതൊക്കെ പ്രോസസ്സായി എല്ലാം റെഡിയായി വരുമ്പോൾ തന്നെ ആ പീരീഡ് കഴിയും. പിന്നെ ഒന്നും ചെയ്യാൻ നോക്കില്ല, ആ ആളിനെ തിരിച്ചെടുക്കാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില കേസുകളിൽ അത്തരത്തിലുള്ളത് കണ്ടുപിടിച്ചാൽ പെട്ടെന്ന് അടിയന്തരമായ നടപടി വരും. ആ നടപടി വന്നത് രാഹുൽ ഗാന്ധിയുടെ അമ്മൂമ്മയ്ക്കാണ്, ഇന്ദിരാഗാന്ധിക്കാണ്. അലഹബാദ് ഹൈക്കോടതി ഇങ്ങനെ ഇലക്ഷൻ പ്രോസസ്സിൽ അട്ടിമറി നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ ഒരു വിധി വന്നത്. അത് സുപ്രീം കോടതി പോയിട്ടും നിന്നില്ല. അത് വീണ്ടും സുപ്രീം കോടതി ശരിവെക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതോടുകൂടി പിന്നെ നിൽക്കാൻ മറ്റൊരു മാർഗ്ഗമേ ഉള്ളൂ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അപ്പോൾ ഇതൊക്കെയായിരിക്കും ഇനി പുറത്തു വരാൻ പോകുന്ന പല കാര്യങ്ങളും. ഇദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ഇതുപോലത്തെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. TN ശേഷനോട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ 3-4 പ്രാവശ്യം ഈ കേരളത്തിൽ മൊത്തം യാത്ര ചെയ്യുകയുണ്ടായി. ഞാൻ VIPസിൻ്റെ ഒരു ലൈസൺ ഓഫീസറായിരുന്നു. അന്ന് അദ്ദേഹം എന്നോട് വന്നിട്ടുണ്ട്. ഞാൻ ഈ പ്രോസസ്സ് എല്ലാം ക്ലിയർ ആക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ സർക്കാർ എൻ്റെ കൈക്ക് വിലങ്ങ് വെച്ചു. ഒറ്റ ഇലക്ഷൻ കമ്മീഷനേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഈ പ്രവർത്തനങ്ങളെല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് ചെയ്തു തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടവും വലവും 2 കമ്മീഷണർമാരെ അവർ പിടിച്ചിരുന്നു. അപ്പോൾ ഈ 3 പേരും കൂടെ സമ്മതിച്ചാലേ ഒരു കാര്യം ചെയ്യാൻ ഒക്കുള്ളൂ. ഇത് രണ്ടും കോൺഗ്രസ്സുകാർ പറയുന്നത് കേൾക്കുള്ളൂ. അന്നത്തെ മറ്റ് 2 ഇലക്ഷൻ കമ്മീഷണർമാരും കോൺഗ്രസ്സുകാർ പറയുന്നത് കേൾക്കുള്ളൂ. അപ്പോൾ അദ്ദേഹം തോറ്റുപോയി. അതോടുകൂടി ആ പ്രോസസ്സ് ഇതുപോലുള്ള ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉയർത്തിയതുപോലുള്ള നിരവധി പ്രശ്നങ്ങൾ ഇപ്പോഴും കിടക്കാതെ പരിഹരിച്ചതിനെ അന്ന് കോൺഗ്രസ് തന്നെ നിയോഗിച്ച ഈ TN ശേഷനെ അതിന് സ്വതന്ത്രമായി വിടുകയും ഇത് ചെയ്യാനായിട്ട് മുഴുവൻ സ്ട്രീം ലൈൻ ചെയ്തതിന് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. അതുകൊണ്ടാണ് ഇന്ന് ഇത്രയെങ്കിലും ഭേദമായിട്ട് ഇലക്ഷൻ നടക്കുന്നത്. വോട്ട് രേഖപ്പെടുത്തുന്നത്, കൊണ്ടുപോകുന്നത്, പെട്ടിവെക്കുന്നത്, എണ്ണുന്നത്, എല്ലാ കാര്യത്തിലും അദ്ദേഹം വളരെ സ്ട്രീം ലൈനിങ് നടത്തി. അതുപോലെ കാൻഡിഡേറ്റ് എങ്ങനെ പെരുമാറണം, പെരുമാറ്റച്ചട്ടം, ഇതെല്ലാം കൃത്യമായിട്ട് അദ്ദേഹം പാലിച്ച് നടപ്പിലാക്കിയതുകൊണ്ടാണ് നമ്മുടെ ഇലക്ഷൻ പ്രോസസ്സ് ഒരുവിധം ഭേദമായത്. 100 കോടി വോട്ടർമാരാണുള്ളത്. ചെറിയ കാര്യമല്ല ഒരു രാജ്യത്തെ സംബന്ധിച്ചുള്ളത്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 28 രാജ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ജർമ്മനിക്കുള്ള അതേ ജനസംഖ്യയാണ് തമിഴ്നാടിനും, ഫ്രാൻസിനുള്ള ജനസംഖ്യയാണ് പിന്നെ മറ്റൊരു ആന്ധ്രാപ്രദേശിനുള്ളത്. ഇങ്ങനെ ഓരോ സ്ഥലം നോക്കിയാൽ 7 കോടി, 8 കോടി, 6 കോടിയൊക്കെ നോക്കുമ്പം ബ്രിട്ടൻ ഉൾപ്പെടെ ഉള്ള ഈ യൂറോപ്പിലെ ഓരോ രാജ്യങ്ങൾക്കുള്ള അത്രയും ജനസംഖ്യ നമ്മുടെ 28 സംസ്ഥാനങ്ങളിൽ ഓരോ സ്റ്റേറ്റ് വെച്ച് ഓരോ രാജ്യമായിട്ട് നമുക്ക് കണക്കൂട്ടാം. കേരളം ഒരു കൊച്ചു സൗദി അറേബ്യയാണ്. അതെ, ഓരോന്നും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ UP-യിലാണ് 24 കോടി ജനങ്ങൾ. വലിയൊരു രാജ്യമാണത്, അല്ലാതെ അതൊരു സ്റ്റേറ്റല്ല. അപ്പം ഇങ്ങനെയുള്ള ഇത്രയും വലിയൊരു സ്ഥലത്ത് ഇതൊക്കെ തന്നെ നടക്കുന്നത് വലിയ വിഷമിച്ചും ബുദ്ധിമുട്ടിയാണ്. ഇതിന് സഹായിക്കേണ്ടത് രാഹുൽ ഗാന്ധി അടക്കമുള്ള രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ പാർട്ടിക്കാരുമാണ്. ഇതിനാണ് താഴെത്തട്ടിൽ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയും. ഇത് കോൺഗ്രസ് ഭംഗിയായിട്ട് നടത്തും, ഈ BJP ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് വോട്ട് കൂടുന്നത്. അവർ ഒരു തവണ ഇപ്പോൾ ലോക്സഭയിലേക്ക് തോറ്റാൽ അടുത്തത് താഴെത്തട്ടിൽ അതിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണ്. എന്നിട്ട് അതിൽ വോട്ടർമാരെ മാറ്റിയെടുക്കാനാണ്. എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് പഠിക്കുക, എന്തുകൊണ്ട് തോറ്റു എന്ന് പഠിക്കുക. അപ്പോൾ ആരൊക്കെയാണ്, അപ്പോൾ അവർ പേജ് ഏജൻറ്റ് വയ്ക്കും, ചിലപ്പോൾ 10 വീടിൻ്റെ ഒരു ഏജൻറ്റ് വയ്ക്കും. അപ്പോൾ എളുപ്പമാണ്. 10 വീടേ ഉള്ളൂ. ഈ 10 വീട്ടിലെ ആരൊക്കെയാണ് വോട്ട് അവരെ കൃത്യമായിട്ട് ചെയ്യിക്കുക. അവർ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ അവരെ പ്രലോഭനം കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഏതൊക്കെ വിധത്തിലാണോ സ്വാധീനിക്കാൻ പറ്റുന്നത് അതൊക്കെ വിധത്തിൽ സ്വാധീനിച്ചിരിക്കും. ഇലക്ഷന് അങ്ങനെയൊക്കെയാണ് പ്രോസസ്സ്. നിങ്ങൾക്ക് വളം തരാം, വിത്ത് തരാം, പല കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കും. അങ്ങനെയല്ലേ നമ്മളിവിടെ പലതും ചെയ്യുന്നത്. എല്ലാം കറക്റ്റ് പ്രോപ്പർ ആവണമെന്നില്ല. പക്ഷേ അത്രയെങ്കിലുമൊക്കെ മിനിമം കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ ലോക്കൽ ലെവലിൽ ഒരു സംവിധാനം ഉണ്ടാകണം. എനിക്ക് കോൺഗ്രസിനോടും പ്രതിപക്ഷ നേതാവിനോടും പറയാനുള്ളത് ഒറ്റ കാര്യമാണ്. 540 നിയോജകമണ്ഡലങ്ങളിൽ 10 പേരെ വീതം കോൺഗ്രസ് അടുത്ത തവണ മുതൽ പ്രോസസ്സ് തുടങ്ങുമ്പോഴേ നിയോഗിക്കണം. 5540 പേരെ ഇവർ നിയോഗിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ പിന്നെ 5400 പേരെ അല്ലേ ഓരോ മണ്ഡലങ്ങളിൽ ഒരു 10 പേരെ വീതം വെച്ച് നിയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് മാറ്റം വരും. അത് പക്ഷേ ഇലക്ഷൻ്റെ പ്രോസസ്സ് തുടങ്ങുമ്പോൾ വേണം, അല്ലാതെ ഇലക്ഷൻ തുടങ്ങുന്നതിൻ്റെ തലേദിവസം ബൂത്തിലിരിക്കാൻ പോയാൽ പോരാ. അപ്പോൾ ഇതൊന്നും അറിയണമെന്നില്ല. ആദ്യം വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുന്നത് തുടങ്ങണം. BJP അതാണ് ചെയ്യുന്നത്. എവിടെയൊക്കെ വോട്ടുകളുണ്ടോ തങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട് അതെല്ലാം അവർ പേര് ചേർക്കും. ആ പേര് ചേർക്കൽ മുതൽ ഇവിടെ CPM അങ്ങനെ ചെയ്യാറുണ്ട്. അവരുടെ ആൾക്കാരെ മുഴുവൻ പേര് ചേർക്കും, മറ്റുള്ളവരുടെയൊക്കെ ചേർക്കാതിരിക്കാനും നോക്കും. അത് ടാക്ടിക്സാണ്, ഈ ഇലക്ഷൻ എഞ്ചിനീയറിങ്ങിൻ്റെ ഭാഗമാണ്. മറ്റുള്ളവർ അറിഞ്ഞില്ലെങ്കിൽ അങ്ങനെ കിടന്നോട്ടെ, നമ്മളെ അറിയാവുന്നവരെ മുഴുവൻ ചേർക്കുക. ഇത് എല്ലാ പാർട്ടികളും ചെയ്തു കഴിഞ്ഞാൽ ഇത് പെർഫെക്റ്റായി. ഇത് രാഹുൽ ഗാന്ധി ഇന്നല്ല പറയേണ്ടത്. ഇത് പറയേണ്ടത് അവിടെ എന്നാണോ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് അന്ന് ഇത് പറഞ്ഞ് അന്ന് പ്രശ്നമുണ്ടാക്കി അത് കറക്റ്റ് ചെയ്യണമായിരുന്നു.
ഇനിയെങ്കിലും അടുത്ത ഇലക്ഷന് മുമ്പായിട്ട് ഈ പ്രോസസ്സ് ചെയ്താൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും. തീർച്ചയായിട്ടും അടുത്തതിലെങ്കിലും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതുകൂടാതെ മുൻകാല ചരിത്രം കൂടി ഒന്ന് ഓർത്തു വെച്ചിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രസൻറ്റേഷനും അതുപോലെ ഒരു IT സ്ഥാപനത്തിലുള്ള ഒരു പ്രസൻറ്റേഷൻ ആയിരുന്നു നമ്മൾ കണ്ടത്. അത്തരത്തിലൊരു രാഷ്ട്രീയ നേതാവ് ആദ്യമായിട്ടായിരിക്കും ഒരു കാര്യം വിശദീകരിക്കുന്നത്. അതൊക്കെ നന്നായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ആ പഠിച്ച വർക്ക് ചെയ്തതിൽ ഒരു ചെറിയ പാകപ്പിഴയുണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ട് ആ പ്രശ്നം അസാധുവായിപ്പോയി. അതല്ല എങ്കിൽ ഈ പറഞ്ഞ പോലെ ഉണ്ടയില്ല വെടിയായിപ്പോയി. അതല്ലെങ്കിൽ ഒരു അനുഭവം ഭാവമായി. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.